കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് അടുപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. മലയാളം ഈസി ആയിരുന്നു. മാത്സ് കുറച്ച് ടഫായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ടാണ് തോന്നുന്നത്. മലയാളം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് ടഫായിരുന്നു. കുറച്ച് മെയിൻ ടോപ്പിക്ക് വന്നില്ല. മലയാളം കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് മലയാളം ഒന്നും കുഴപ്പമില്ലായിരുന്നു. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് പാടായിരുന്നു. മാത്സും കുഴപ്പമില്ലായിരുന്നു. മലയാളവും കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് ഇച്ചിരി ഇതായിരുന്നു. മലയാളം മാത്സും കുഴപ്പമില്ലായിരുന്നു. വൊക്കാബുലറി എല്ലാം പാടാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് ഭയങ്കര പാടായിരുന്നു. മലയാളമൊക്കെ പൊതുവെ കുറച്ച് എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് മാത്സ് അല്പം പാടായിരുന്നു. മലയാളം എളുപ്പമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? മാത്സ് കുറച്ച് ടഫായിരുന്നു. നല്ല ക്വസ്റ്റ്യൻ, നിലവാരമുള്ള ക്വസ്റ്റ്യൻസ്. കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് ടഫായിട്ടാണ് തോന്നുന്നത്. മലയാളം വലിയ കുഴപ്പമില്ലായിരുന്നു. മാത്സ് എളുപ്പമായിരുന്നു. ഉണ്ടായിരുന്നു. എന്നാലും കുറവായിരുന്നു. എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് ടഫായിരുന്നു. കുറച്ച് മെയിൻ ടോപ്പിക്ക് വന്നില്ല. മലയാളം കുഴപ്പമില്ലായിരുന്നു. മാത്സും വലിയ ടഫില്ലായിരുന്നു. അധികം ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നു. പൊതുവെ കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് മലയാളം ഒന്നും കുഴപ്പമില്ലായിരുന്നു. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. കറണ്ട് അഫയേഴ്സും വലിയ വിഷയമായിരുന്നു. ഉണ്ട് കറണ്ട്. കഴിഞ്ഞിട്ട് കമ്പയർ ചെയ്യുമ്പം അത്യാവശ്യം ടഫായിട്ട് തോന്നി. കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് പാടായിരുന്നു. മാത്സും കുഴപ്പമില്ലായിരുന്നു. മലയാളവും കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് കുഴപ്പമില്ലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് കുറവായിരുന്നു. കറണ്ട് അഫയേഴ്സ്, സാഹിത്യം കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് ഇച്ചിരി ഇതായിരുന്നു. മലയാളം മാത്സും കുഴപ്പമില്ലായിരുന്നു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ, ബയോളജി ഓൾമോസ്റ്റ് എല്ലാം മറ്റ് എക്സാമിനെ അപേക്ഷിച്ച് കുറച്ച് നല്ലതായിരുന്നു. പൊതുവെ ബാക്കിയുള്ള എക്സാമിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഈസി ആയിരുന്നു. അറിയാവുന്നൊക്കെ ഉണ്ടായിരുന്നു. വൊക്കാബുലറി എല്ലാം പാടാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വന്നു. പക്ഷെ കുറെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ കൺഫ്യൂസിങ് ആക്കുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ IT ആക്ടിന്റെ പരിധിയിൽ വരാത്തേത്. അപ്പൊ വൈറസുകൾ ഉണ്ടാക്കുക അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്നത് അതൊക്കെ പ്രൊഹിബിറ്റ് ചെയ്യുന്നതല്ലേ. അങ്ങനൊരു ഡൗട്ട്. അത്യാവശ്യം ഇംഗ്ലീഷ് ഭയങ്കര പാടായിരുന്നു. പിന്നെ മലയാളം GK ക്വസ്റ്റ്യൻ ഒന്നും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യനാ. ഇംഗ്ലീഷ് പാടായിരുന്നു. നല്ല പാടായിരുന്നു. മലയാളം മറ്റേ ഞാൻ എത്ര ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. മലയാളം പൊതുവെ എളുപ്പമായിരുന്നു. മലയാളമൊക്കെ പൊതുവെ കുറച്ച് എളുപ്പമായിരുന്നു. ഇംഗ്ലീഷും കുറച്ച് ന്യൂ ടൈപ്പ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഉണ്ടായിരുന്നു എങ്കിലും വലിയ പ്രയാസമില്ല. ഇനിയിപ്പം കുഴപ്പമില്ലായിരുന്നു. ഇംഗ്ലീഷ് മാത്സ് അല്പം പാടായിരുന്നു. മലയാളം എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ആലപ്പുഴ ജില്ലയുടെ കൂട്ട് ഏകദേശം. ഇംഗ്ലീഷ് അല്പം പാടായിരുന്നു തോന്നുന്നു. മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. ഈ ജില്ല പ്രാവശ്യം കുറെ എളുപ്പമായിരുന്നു. ഇംഗ്ലീഷ് കുറച്ച് കട്ടിയാക്കി. മലയാളം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നു. GK സൈഡ് കൺഫ്യൂസിങ് ആയിരുന്നു. എന്താ പറയുക, സ്റ്റേറ്റ്മെന്റ് പ്രതീക്ഷിച്ച് വന്നവർക്ക് കുറച്ച് സിമ്പിൾ ആക്കിയപ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. കുറച്ച് കൺഫ്യൂഷൻസ് അടുപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഡിലീഷൻ വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എന്നാലും നിരാശയാക്കിയില്ല. നല്ല ക്വസ്റ്റ്യൻ. ഇംഗ്ലീഷ് എനിക്ക് കുറച്ച് ടഫായിരുന്നു. മലയാളം ഈസി ആയിരുന്നു. പ്രശ്നമില്ല. GK ഈസി ആയിരുന്നു. മാത്സ് പ്രശ്നമില്ലായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ ഇല്ല, അധികം ഇല്ലായിരുന്നു. പ്രതീക്ഷിച്ച അത്രയും ഇല്ലായിരുന്നു. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിരുന്നു കൂടുതൽ. അതിൽ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞ ജില്ലകളെ വെച്ച് നോക്കുമ്പം എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. എന്നാലും ഇഷ്യൂ ഇല്ല. നല്ലോണം എഴുതാൻ പറ്റും. ഇംഗ്ലീഷൊക്കെ ഈസി ആയിരുന്നു. മലയാളവും കുഴപ്പമില്ലായിരുന്നു. ഇല്ല, ഒരുവിധം നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു.